എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സിംബാബ്വേക്കെതിരായ ഇന്ത്യയുടെ T20 പരമ്പരയിലെ നാലാമത്തെ T20 മത്സരം നാളെ വൈകുന്നേരം 4:30 മുതൽ നടക്കും. സിംബാബ്വേക്കെതിരെ നാളെ വിജയത്തോടെ പരമ്പര നേടുമ്പോൾ T20 ക്രിക്കറ്റിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിക്കാൻ പോകുകയാണ് ഇന്ത്യൻ യുവതാരങ്ങൾ. സീരീസിലെ ഓപ്പണിംഗ് മത്സരത്തിൽ ഞെട്ടിക്കുന്ന തോൽവിക്ക് ശേഷം സിക്കന്ദർ റാസിക്കും കൂട്ടർക്കും എതിരെ 2-1 ലീഡ് നേടിയാണ് ടീം ഇന്ത്യ തിരിച്ചു വന്നത്. ഇനി നാളത്തെ മത്സരത്തെപ്പറ്റി പറയുമ്പോൾ നാളത്തെ പ്ലേയിങ് 11-ൽ ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റമാണ് വരാൻ പോകുന്നത്. ആദ്യ 3 മത്സരങ്ങളിലും ക്യാപ്റ്റനായ ശുഭ്മൻ ഗിൽ ചില വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സഞ്ജു സാംസണ് ഒരു ലോട്ടറി തന്നെയാണ്. കാരണം കഴിഞ്ഞ മത്സരത്തിൽ വൈസ് ക്യാപ്റ്റനായിരുന്നു സഞ്ജു. അതുകൊണ്ട് തന്നെ ഗില്ലിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നതും സഞ്ജു തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇന്ത്യ സിംബാബ്വെ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഒന്ന് വിശദമായി പരിശോധിക്കാം. ഓപ്പണിംഗിനായി യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ സഖ്യം ഇറങ്ങും. വൺ ഡൗണായി ഋതുരാജ് ഗേക്വാദ് ഇറങ്ങും. 4-ാം നമ്പറിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ എത്തുമ്പോൾ 5-ാമനായി റിയാൻ പരാഗ് ഇറങ്ങും. 6-7 നമ്പറുകളിൽ റിങ്കു സിംഗ്, ശിവം ദുബെ എന്നിവരും എത്തും. ഇനി ബൗളിംഗ് നിരയിൽ സ്പിന്നിൽ വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ് എന്നിവരും പേസ് നിരയിൽ ആവേശ് ഖാൻ, ഖലീൽ അഹമ്മദ് എന്നിവരും ഉണ്ടാകും. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ കളിക്കാൻ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഒരു മികച്ച വിജയം നേടാനായിരിക്കും സഞ്ജുവും കൂട്ടരും ലക്ഷ്യമിടുന്നത്. എന്തായാലും സഞ്ജുവിന്റെ കീഴിൽ ഇന്ത്യ ഇന്നും വിജയം നേടും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.